ഹേ ഗായ്സ്, എപ്പിസോഡ് 7 എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. നിങ്ങളൊരു എപ്പിസോഡ് കണ്ടിട്ടില്ല, വീഡിയോ സ്കിപ്പ് ചെയ്യുക, സ്പോയിലേഴ്സ് ആണ്. പിന്നെ വേറെ കാര്യം, ഇപ്പോൾ ഭയങ്കര മഴയും അത്യാവശ്യം എന്താ പറയുക, പല സ്ഥലത്ത് ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അനാവശ്യമായിട്ട് വെള്ളം കയറിയ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകാതിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. സോ ഈ എപ്പിസോഡ് കണ്ടവർക്ക് എത്രത്തോളം എന്താ പറയുക ഡെപ്ത് ഉള്ള ഒരു എപ്പിസോഡാണ്. അതായത് ഒരുപാട് ഇമോഷണൽ സീൻസ് ഉണ്ട്, ഡ്രീംസ് ഉണ്ട്, എപ്പിക് മൂവ്മെന്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. അതിലുപരി ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. എസ്പെഷ്യലി ഷിപ്പ് സ്റ്റിയറിൻ്റെ ഭാഗം എടുത്ത് പറയേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കണ്ടിട്ട് എനിക്ക് തന്നെ വളരെ ഇമോഷണൽ ആയി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പിസോഡ് 1 ബാറ്റിൽ ഓഫ് ഗള്ളറ്റിനകത്ത് വെർമാക്സ് മരിക്കുന്നുണ്ട്, വെർമാക്സിൻ്റെ ഒപ്പം ജേസും മരിക്കുന്നുണ്ട്. അപ്പോൾ ജേസ് വെർമാക്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഫ്ലൈ വെർമാക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീൻ എത്രത്തോളം ഇൻറ്റൻസിറ്റി നമുക്ക് എത്ര പറയാം, നമുക്കൊരു സാഡ്നെസ് കിട്ടി. അതിൻ്റെ ഒരു 3 ഇരട്ടി സാഡ്നെസ് ആണ് ഈ ഷീപ്പ് സ്റ്റില്ലറിൻ്റെ ഒരു ഭാഗം കണ്ടപ്പോൾ എനിക്ക് കിട്ടിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയോ സമാധാനമായിട്ട് ജീവിച്ചു പോയ ഒരു ഡ്രാഗനായിരുന്നു. സോ ഈ ഒരു ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് ആയാലും ഹൗസ് ഓഫ് ദ ഡ്രാഗൺ ആയാലും അല്ലെങ്കിൽ നൈറ്റ് ഓഫ് ദ 7 കിങ്ഡംസ് ആയാലും ഇത് തന്നെയാണ് അവസ്ഥ. നമുക്ക് എപ്പിസോഡിലോട്ട് പോകും. അപ്പോൾ എപ്പിസോഡ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഹെലീനെ കാണിച്ചിട്ടാണ്. ഹെലീനെ ഡ്രീമിയാണ്, അത് പുള്ളിക്കാരിയുടെ വിഷമത്തിൽ. അപ്പോൾ അത് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ റെനേറിയ പുള്ളിക്കാരനെ വിളിച്ചെണ്ണിപ്പിക്കുക. അത് പുള്ളിക്കാരി ഡ്രീമിൽ തന്നെ പുള്ളിക്കാരിക്ക് സൗണ്ട് കേൾക്കുക. അതായത് റെനേറിയ ഹെലീന അങ്ങനെ വിളിക്കുന്ന സൗണ്ട് ഒക്കെ പുള്ളിക്കാരി പെട്ടെന്ന് ഞെട്ടി. എനിക്ക് ഫ്രണ്ടിൽ റെനേറി ഇരിക്കാണ്ട് പുള്ളിക്കാരി ഞെട്ടിപ്പോകും. കാരണം അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാവാറില്ല. അപ്പോൾ പുള്ളിക്കാരി ഫസ്റ്റ് തന്നെ റെനേറിയുടെ അടുത്ത് ചോദിക്കും, ഡിഡ് യു ഹിയർ ഫ്രം മൈ മദർ എന്ന് ചോദിക്കും. അതായത് ആലിസനെ പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പോൾ റെനേറിയ അവളൊരു മിഷൻ അക്കംപ്ലിഷ് ചെയ്യാണല്ലോ പോയിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവൾ തിരിച്ചു വരിക. മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്മണ്ടിനെ കൊല്ലുക. അപ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയാൻ പറ്റില്ല, കാരണം സ്വന്തം സഹോദരനാണ്, അല്ലെങ്കിൽ ഒരമ്മ മോനെ കൊല്ലാൻ പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവരുടെ അടുത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു വിടും. അതുകൊണ്ട് റെനേറി പുള്ളിക്കാരുടെ അടുത്ത് ചോദിക്കും, അതായത് എയ്മണ്ട് നിൻ്റെ അടുത്ത് അവൻ്റെ കൂടെ യുദ്ധത്തിന് പോകാനായിട്ട് വിളിച്ചായിരുന്നു നോക്കി. അപ്പോൾ പുള്ളിക്കാരി യെസ് എന്ന് പറയും. ഹെലേന പറയും, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് പറക്കാൻ വലിയ ആഗ്രഹമായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് ഡ്രീം ഫയർ, അതായത് പുള്ളിക്കാരുടെ ഡ്രാഗൻ്റെ പേര് ഡ്രീം ഫയർ എന്നാണ്. അപ്പോൾ അതുള്ളപ്പോൾ എനിക്ക് അതൊരു വലിയ ഭാരം പോലെയാണ് തോന്നുന്നത്, കാരണം അതൊരു ബേർഡൻ ആണ് ശരിക്കും എന്ന് പറയും. അപ്പോൾ റെനേറി പറയും, യെസ് നമ്മുടെ ഫാദർ, അത് സീരിയസ് ആണുള്ള രണ്ടുപേരും ഫാദർ, പുള്ളിക്കും ഇതേ സെയിം മെൻറ്റാലിറ്റി ആണ്. അതുകൊണ്ടാണ് പുള്ളിയുടെ ഡ്രാഗനെ റെനൗൺസ് ചെയ്തത്. അതായത് വിസേരിയസിൻ്റെ ഡ്രാഗൻ എന്ന് പറഞ്ഞത് ബലോരിയനായിരുന്നു. പുള്ളിക്കാരൻ അവസാനം ട്രേഡ് ചെയ്തത് എന്താ പറയുക വിസേരിയസ് ആണ്. അതിന് പല കാരണങ്ങളുണ്ടാകും. കാരണം ഒന്നല്ലെങ്കിൽ അറ്റ് ദാറ്റ് ടൈം ബലേരിയൻ വാസ് ടു ഓൾഡ്. അപ്പോൾ പുള്ളിക്കാരൻ അതായത് സമാധാനമായിട്ട് എവിടെയും ജീവിച്ച് പോട്ടെ എന്ന് സീരിയസ് വിചാരിച്ചിട്ടുണ്ടോ. കാരണം പുള്ളിക്കാരൻ ഒരു നല്ല മനുഷ്യനാണല്ലോ, അതായിരിക്കാം. അല്ലെങ്കിൽ വേറൊരു സംഭവത്തിൻ്റെ പുള്ളിക്കാരൻ ഒരിക്കലും ഡ്രാഗൻസിൻ്റെ പവർ മനുഷ്യർക്ക് കൈവശം വെക്കാനുള്ളതെന്ന് വിശ്വസിച്ചിരുന്നില്ല, അതായിരിക്കാം. അപ്പോൾ ഹെലീന പറയും, ഇപ്പം നിൻ്റെ കയ്യിൽ ഒരുപാട് ഡ്രാഗൻസ് ഉണ്ടല്ലോ, നിനക്കും അതേ സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ റെനേറി പറയില്ല, ഒരിക്കലും ഇല്ല, ഞാനൊരിക്കലും ചേഞ്ച് ആവില്ല. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് ഓർഡറിലാക്കണം. ഇപ്പോൾ കിങ്ഡം ഒന്ന് റൈറ്റ് ആക്കി വെക്കണം, അത് മാത്രം എൻ്റെ പർപ്പസ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരിക്കലും ഡ്രാഗൻസ് ഒന്നും എൻ്റെ കൺട്രോൾ ചെയ്യുന്നില്ല. ഹെലീന പറയും, ഡ്രാഗൻസ് നമ്മുടെ പേഴ്സണാലിറ്റീനെ ഓൾട്ടർ ചെയ്യും, അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അതായത് ഡ്രാഗൻ എന്ന് വെച്ചാൽ പവറാണ്, അപ്പം നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. ഇപ്പം നിനക്ക് എന്നെ സ്വയം അനലൈസ് ചെയ്ത് മനസ്സിലാക്കാമെന്ന് പറയും. പിന്നെ നമ്മൾ കാണുന്ന വെച്ചാൽ നമ്മളെ ട്രെയിലറിൽ കണ്ടിട്ടുള്ള പുള്ളിക്കാരി പക്ഷേ ഐ മേ കമ്പൽ യു ആസ് യുവർ ക്യൂൻ. അതായത് പുള്ളിക്കാരി വരെ കാര്യങ്ങൾ ചോദിക്കും. അത് ഈ എന്താ പറയുക, പുള്ളിക്കാരുടെ വിഷൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഫ്ലാഷസ് ആണെന്നുള്ള ഐഡിയ എനിക്ക് പുള്ളിക്കാരിക്ക് ഇല്ല എന്ന് തോന്നും. പിന്നെ പുള്ളിക്കാരിക്ക് ഈ ഡ്രീംസിലൊക്കെ വിശ്വാസമുണ്ട്. കാരണം അതായത് ആ ഏഗോൺ പറഞ്ഞേക്കണ ആ ഒരു പ്രോഫസി ഉണ്ടല്ലോ, അത് സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ എന്നുള്ള ഡാഗറിനകത്ത് എഴുതിയാണ്. അപ്പോൾ അതിന് പുള്ളിക്കാരിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ അതിന് എന്താ പറയുക, ഹെലേനെ അടുത്ത് ചോദിക്കും, ഡെയ്മനെ പറ്റി ചോദിക്കുക. അപ്പോൾ ഡെയ്മൻ്റെ മുകളിൽ ഒരു ഡൗട്ട് ഉണ്ട്. കാരണം എന്താ പറയുക, മിസാരി ഒരുപാട് കാര്യങ്ങളിട്ട് പുള്ളിക്കാരനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഡേവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നൈസായിട്ട് എന്താ പറയുക പരദൂഷണം പറഞ്ഞ് പരത്തുന്നത്. അതായത് കുറച്ച് സത്യങ്ങളുണ്ട്, ബട്ട് പുള്ളിയുടേതായ ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ചോദിക്കും. അങ്ങനെ അത് അവസാനിക്കും. പിന്നെ നേരെ പോകുന്ന ഹാരൻ ഹാളിലോട്ടാണ്. അപ്പോൾ എയ്മൻ്റെ അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പുള്ളിക്കാരൻ സൈഡിലോട്ട് നോക്കുമ്പോൾ ആലീസൻ്റെ അവിടെ നിൽക്കണു. ആ പുള്ളിക്കാരൻ ഞെട്ടിപ്പോകും. കാരണം ആലീസൻ്റെ ഈസ് ക്യാപ്റ്റീവ്, പുള്ളിക്കാരനെ ക്യാപ്ചർ ചെയ്ത് കൊണ്ടുപോയത് അങ്ങനെയാണ് വിചാരിച്ചത്. അപ്പോൾ ആലീസൻ്റെ വീട് പുള്ളിക്കാരൻ്റെ അടുത്ത് പറയും, ഞാൻ എസ്കേപ്പ് ചെയ്തു, കാരണം ഇപ്പോഴും നമ്മുടെ അടുത്ത് ലോയലായിട്ട് നിൽക്കുന്ന മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അങ്ങനെ എസ്കേപ്പ് ചെയ്തു നോക്കാം. അങ്ങനെ പറഞ്ഞ് എന്താ പറയുക, ഒരു ഇൻറ്റിമേറ്റ് മൂവ്മെൻ്റ് ആണ് അവർ കിസ് ചെയ്യുന്ന ഒരു ഇൻറ്റിമേറ്റ് മൂവ്മെൻറ്റ്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഒരു ഡയലോഗ് പറയും, പക്ഷേ ഇൻ ദിസ് മൂവ്മെൻറ്റ് ഐ വിൽ ഗീവ് യു സൺ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ ഞെട്ടി എണീക്കും. അപ്പോൾ ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആലീസൻ്റെ അല്ലായിരുന്നു. ശരിക്കും ആലീസ് റിവേഴ്സും എയ്മണ്ടായിട്ടൊരു ഇൻഡിപെൻഡൻസ് സീനായി നടന്നുകൊണ്ടിരുന്നത്. പുള്ളിക്കാരൻ ഒരു ഡ്രീം പോലെ, അത് ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ അടിക്ക് പുള്ളിക്കാരൻ ഒരു ഡ്രീം പോലെ കിട്ടിയതായിരുന്നു. അത് ആലീസൻ്റെ ആണെന്ന് പുള്ളിക്കാരൻ വിചാരിച്ചത്. അതുകൊണ്ട് പുള്ളിക്കാരനെ തട്ടി മാറ്റിയത്, ആലീസ് റിവേഴ്സിനെ തട്ടി മാറ്റിയിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ആലീസൻ്റെ നിൽക്കണം ശരിക്കും. പുള്ളിക്കാരൻ ആകെ കൺഫ്യൂഷൻ ആയിപ്പോൾ. കാരണം ഒന്നാമത് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. ഇപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ അതായത് ആലിസെൻറ്റിൻ്റെ ഒപ്പമായിരുന്നു കിസ് ചെയ്തു, അതായത് അമ്മേനെ കണ്ടു, അങ്ങനെ ഒരു മൂവ്മെൻറ്റ്. അതായത് എന്താ പറയുക, ഇവർ ടാർഗേറിയൻസ് ആണല്ലോ. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ സ്വാഭാവികമാണ്. അപ്പോൾ പുള്ളിയാണ് ഞെട്ടിപ്പോയി. പിന്നെ ഇത് ആലിസെൻ്റ് ആണോ അങ്ങനെ പിന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി. അപ്പോൾ ആലിസെൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയും, അതായത് ഇത് നേരത്തെ പുള്ളി ഡ്രീമിൽ കണ്ട അതേ കാര്യങ്ങൾ അതേപോലെ തന്നെ പിന്നെയും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ലോയലായിട്ട് നിൽക്കുന്ന മെമ്പേഴ്സ് ഉണ്ടായിരുന്നു,
അപ്പോൾ സർ അഡ്രിയാനാണ് എന്നെ സഹായിച്ച് രക്ഷപ്പെടാനായിട്ട്. അപ്പോൾ പുള്ളി എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അങ്ങനെ പറയും. പുള്ളിക്കാരൻ എയിമുണ്ട് പുള്ളിക്കാരുടെ ഹെയറിൽ തൊട്ട് നോക്കും. ചിലപ്പോൾ ഈ പറഞ്ഞ സത്യമാണോ എന്ന് അറിയാനായിരിക്കും, അല്ലെങ്കിൽ ഇത് ഡ്രീം ആണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യാനായിട്ടായിരിക്കും. എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ സർ അഡ്രിയാനാണ് സഹായിച്ചതെന്ന് പറഞ്ഞാൽ സർ അഡ്രിയാനെ, അതായത് അഡ്രിയാനാണല്ലോ ഇപ്പോഴത്തെ ക്വീൻ സ്ക്വാഡ്. അപ്പോൾ പുള്ളീനെ മീറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകും. അപ്പോൾ താങ്ക് യു ഒക്കെ പറയാം, എന്നിട്ട് ഷൈക്ക് ഹാൻഡ് കൊടുക്കും. ആ കൊടുക്കുന്ന ഷൈക്ക് ഹാൻഡിൽ തന്നെ പുള്ളിക്കാരൻ അവിടെ വെച്ച് തന്നെ കൊല്ലും. അതായത് സർ അഡ്രിയാനെ എയിമിട്ട് കൊല്ലും. അപ്പോൾ ആലിസിൻ്റെ ഷോക്ക്, അതായത് പുള്ളിക്കാരനാണ്, അത് പുള്ളിക്കാരി വന്നേക്കുന്നത് കൊല്ലാനാണ്. അപ്പോൾ എങ്ങാനും പുള്ളിക്കാരിക്ക് പറ്റില്ലെങ്കിൽ സർ അഡ്രിയാനെ ഉപയോഗിച്ച് എയിമിട്ടിനെ കൊല്ലാനായിരിക്കും, നല്ല ഫ്രീഡം കിട്ടുള്ളൂ. അപ്പോൾ സർ അഡ്രിയാനെ കൊന്നു. എന്നിട്ട് എയിമണ്ട് പറയും ദിസ് പ്ലേസ് ഹാസ് എ ലോട്ട് ഓഫ് സീക്രട്സ്, അതായത് ഡ്രാഗൺ എക്സ്, പിന്നെ ആലിസ് റിവേഴ്സൺ ഒരു മിസ്റ്റീരിയസ് പേഴ്സൺ ആണ്, പിന്നെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഫുള്ളി മിസ്റ്റീരിയസ് ആയിട്ടുള്ള പ്ലേസ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ സ്ട്രേഞ്ചേഴ്സിനെ ഒന്നും ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കാര്യം തന്നെ കൊല്ലും. പിന്നെ നമ്മൾ കാണുന്നത് റിവർമാൻ ആർമീനെയാണ്. അവർ അവരുടെ പർപ്പസിന് വെച്ച് ടെമ്പിൾ ടൗണിലോട്ട് വരിക. അത് നേരത്തെ പറഞ്ഞിട്ടുള്ള, അപ്പോൾ അവർ റിവർലാൻഡിൽ നിന്ന് ഇത്രയും ദിവസത്തെ ട്രാവലിനടിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ്രിക്കിൻ്റെ കയ്യിൽ ഒരു കുന്തത്തിൽ കുത്തി വെച്ചേക്കുന്ന നമ്മുടെ ക്രിസ്ത്യൻ കോളിൻ്റെ തലയുണ്ട്. അപ്പോൾ ഇത് ഗെയിൻ കാണും, അത് ഗെയിൻ ഹൈറ്റർ നേരെ പോയിട്ട് ഓർമോണ്ടിൻ്റെ അടുത്ത് പറയും, അതായത് അവരുടെ ആർമി ഓൾമോസ്റ്റ് നിയർ ആണ്, ഇനി ഒരു ദിവസം കൊണ്ട് തന്നെ ടെമ്പിൾ ടൗണിലെത്തി, എന്താണ് നിൻ്റെ പ്ലാൻ എന്ന് നോക്കും. അപ്പോൾ ഓർമോണ്ട് ഹൈറ്റർ പറയും ഐ ഹാവ് എ പീസ് ഓൺ ദ ബോർഡ്, അതായത് നമ്മൾ ട്രെയിലർ കണ്ടിട്ടുള്ള സംഭവം, ദാറ്റ് വിൽ പുട്ട് ദ ബിച്ച് ടു ഹെർ നീസ് അങ്ങനെ പറയും. അതായത് റെനേറിനെ മുട്ടുമടക്കാനുള്ള ഒരു പീസ് എൻ്റെ കയ്യിൽ, ഒരു സംഭവം എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടെന്ന് പറയും. വേറെ ഒന്നുമില്ല, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിനകത്ത് നമ്മൾ ഓർക്കണ്ടല്ലോ, അതായത് കിക്ക് ദിസ് ഡോഗ് ആൻഡ് ഇറ്റ് വിൽ ബൈറ്റ് യു ഹാൻഡ് എന്ന് പറഞ്ഞാൽ, അതായത് ആ ഹാൻഡ് ഓഫ് ദ കിങ് കോളിസ് വലേരിയൻ അവരുടെ എന്താ പറയുക, അവർ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ കാണിക്കുന്ന പോലെ തന്നെ അടുത്ത വെയിലോട്ട് പറന്നിറങ്ങുന്ന ഡേമിനാണ് കാണിക്കുന്നത്. നമ്മൾ ട്രെയിലറിൽ കണ്ടൊരു ഭാഗം. എന്നിട്ട് പുള്ളിക്കാരൻ ചെന്നിരുന്നാൽ ലേഡി ജെയിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ എവിടെയാണ് റെയിന എവിടെയാണെന്ന് ചോദിക്കും. അത് പുള്ളിക്കാരൻ്റെ ഡോട്ടർ. പുള്ളിക്കാരി പറയും എനിക്കറിയില്ല, പുള്ളിക്കാരി ഒരു ഡ്രാഗൺ ഡ്രൈവറാണ്, പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നത്, അത് മാത്രമേ എനിക്ക് പുള്ളിക്കാരൻ്റെ ചെയിനിലിട്ട് വയ്ക്കാൻ പറ്റില്ല, കാരണം പുള്ളിക്കാരിയുടെ ഒരു ഡ്രാഗൺ ഉണ്ട് അങ്ങനെ പറയും. പിന്നെ പുള്ളിക്കാരി ആണെങ്കിൽ ഇവിടെ എല്ലാ വില്ലേജിലൊക്കെ പോയി പ്രശ്നമൊക്കെ ഉണ്ടാക്കി, അതായത് ഒരുപാട് എക്സ്പോസ്ഡ് ആയി, കാരണം എനിക്കും പ്രശ്നങ്ങളുണ്ടെന്ന് പറയും. അപ്പോൾ ഡെയ്മൻ പറയും പ്ലീസ് ഇനി റെനേറയുടെ അടുത്തത് പറയരുത്, എനിക്ക് ഒരു ദിവസം കൂടി സമയം തരണമെന്ന് പറയും. അപ്പോൾ പുള്ളിക്കാരി സമ്മതിക്കില്ല. അപ്പോൾ ഡെയ്മൻ പ്ലീസ് എന്ന് പറയും, പുള്ളിക്കാരൻ അങ്ങനെ പറയാത്ത ആളാണ്. ഓക്കെ അങ്ങനെ പുള്ളിക്കാരി എഗ്രി ചെയ്യാണ്ട് എവിടേക്കാണ് പോയിക്കണമെന്ന് നോക്കും റെയ്ന. അപ്പോൾ പുള്ളിക്കാരി പറയും അതായത് എവിടെയോ വൈകാറിനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ അന്വേഷിച്ച് കുറേ ദിവസം അന്വേഷിച്ചെടുക്കണം എന്ന് പറയാൻ ഡെയ്മൻ അവിടെ നിന്ന് പുറത്തേക്കും. അപ്പോൾ നെക്സ്റ്റ് സീനിൽ നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ആഡവും ബേലേനാണ്. അവർ ഓഫ് കോഴ്സ് വൈകാറിനെ അന്വേഷിച്ച് പോകുന്നതാണ്. പിന്നെ അവർ തമ്മിൽ കോൺവെർസേഷൻ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെനേറെ ശരിക്കും വൈകാറിനെ അന്വേഷിക്കാൻ വേണ്ടിയില്ല എന്നെ വിടുന്നത്, എൻ്റെ മുഖം കാണാതിരിക്കുന്നത്, ബേലയുടെ മുഖം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്, കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞു വിടുന്നതെന്ന് പറഞ്ഞത്. കാരണം പുള്ളിക്കാരിയും കൂടി കാരനാണ് ജെയ്സ് മരിച്ചതെന്നുള്ളത്. അങ്ങനൊരു അതിപ്പോഴും മാറിയിട്ടില്ല. കാരണം പുള്ളിക്കാരനെ പൂടിയായിട്ടുള്ള ഒരു വാറിന് പോയിരുന്നു, ബാറ്റിൽ ഓഫ് ഗൾലെറ്റ്. അതിനുശേഷം എന്നെ കാണാനേ താല്പര്യമില്ല, അതിന് വേണ്ടിയിട്ടാണ് എന്നെ വൈകാറിൻ്റെ സെർച്ച് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വിടുന്നതെന്ന് പറയും. അപ്പോൾ അതേ സമയത്ത് തന്നെ ആടം പറയും, അതായത് നിനക്ക് നിൻ്റെ അതായത് ഡെയ്മൻ്റെ അടുത്തോ അല്ലെങ്കിൽ ക്യൂവിൻ്റെ അടുത്തോ സംസാരിക്കാൻ പറ്റുമോ ഞങ്ങളുടെ ലെജിറ്റിമൈസേഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നോക്കി. അപ്പോൾ ബെയിൽ പറയും ഇപ്പം എന്തിനാണ് ഒരു ടൈറ്റിൽ, നിൻ്റെ ഒരു ഡ്രാഗൻ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഒരു ടൈറ്റിൽ ആവശ്യം എന്ന് പറഞ്ഞേക്കും. സൈഡിനകത്തൊരു ഡ്രാഗനെ കാണിക്കും, അത് ഷീപ്പ് സ്റ്റീലറാണ്. പിന്നെ ടെമ്പിൾ ടൗൺ കാണിക്കുന്നത് ഓർമുണ്ട്, അവരെല്ലാം കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ പെട്ടെന്നൊരു ഷൂട്ടോട്ട് ഇങ്ങനെ നീങ്ങി വന്നിട്ട് കോളിസ് വലേരിയനെ കാണിക്കും. പുള്ളിക്കാരനെ ക്യാപ്ചർ ചെയ്ത് കൊണ്ടേക്കാണ്. പക്ഷേ എന്താ പറയുക, പുള്ളിക്കാരനെ അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു ഓണർ കൊടുത്തിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് ഓർമ്മണ്ടായിട്ട് അവർ. കാരണം ബാക്കി ഒരു ക്യാരക്ടേഴ്സിന് പുള്ളിക്കാരൻ അങ്ങനെ ഒരു ഓണർ കൊടുക്കാറില്ല. പക്ഷേ എന്താ പറയുക, ഐ തിങ്ക് ഓർമ്മണ്ട് ആകെ റെസ്പെക്ട് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടെന്ന് കണക്കാക്കുന്ന ഒരു ക്യാരക്ടർ, അത് ഓപ്പോസിറ്റ് സൈഡിന് അത് പുള്ളിക്കാരൻ കണക്കാക്കുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കോളിസ് വലേരിയനാണ്. ആ പുള്ളിക്കാരൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ടാർഗേറിയൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ആർ ജസ്റ്റ് ബീസ്റ്റ്, അങ്ങനെ അവരെ കുറേ ഇങ്ങനെ അടിച്ചമർത്തി സംസാരിക്കാൻ നോക്കും. എന്നിട്ട് പുള്ളിക്കാരൻ പറയും, അത് പുള്ളിക്കാരൻ അതിനിടയ്ക്ക് കോളിസിനെ വൈൻ കുടിക്കാൻ പോകുന്നുണ്ട്. പണ്ട് പുള്ളി വല്ല പോയിസനാണോ അങ്ങനെ കഴിച്ച് കുടിക്കണമെന്ന് ഇതേ നിലത്തോട്ട് തന്നെ വയ്ക്കും. എന്നിട്ട് ഓർമ്മണ്ട് പറയും, അതായത് എന്താണ് അവരുടെ പ്രത്യേകത ടാർഗേറിയൻസിൻ്റെ, ഓഫ് കോഴ്സ് യുവർ വൈഫ് വാസ് എ ടാർഗേറിയൻ ആൻഡ് ദാറ്റ് വാസ്, അതെങ്ങനെ അവസാനിക്കും എന്നുള്ളത് എനിക്കറിയായിരുന്നു, അതേപോലെ തന്നെ അവസാനിച്ചു. അതായത് പുള്ളിക്കാരി മരിച്ച സംഭവമാണ് പറയുന്നത്, ടാർഗേറിയൻസ് അങ്ങനെ തന്നെ എപ്പോഴും അവസാനിക്കുള്ളൂ എന്നുള്ള ഉദ്ദേശിച്ചത്. അപ്പോൾ അത് കേട്ട് പുള്ളിക്ക് ഇഷ്ടമില്ല കോളിസിന്. പുള്ളിക്കാരൻ എനിക്ക് ലെറ്റ് മീ ഗോ ബാക്ക് ടു മൈ ചേംബർ, ഇത് എൻ്റെ പ്രസൻറ്റിലോട്ട് ഞാൻ തിരിച്ചു പോട്ടെ അങ്ങനെ പറഞ്ഞ് പുള്ളിക്കാരൻ പോകാൻ പോകും. അതിനു മുമ്പ് ഒന്ന് തിരിച്ചു വിളിക്കും, അത് ഞാൻ ബാക്കി പറയാൻ എന്നിട്ട് എന്താ ചെയ്യണേ. പിന്നെ ഗെയിനും ഡയറിനായിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ട്, അവരുടെ റിലേഷൻ ഇറ്റ് ഈസ് റിയലി ഗുഡ്. ഓക്കെ രണ്ടുപേരും അത്യാവശ്യം നല്ല മനുഷ്യരാണ്, അത് തന്നെ നല്ലൊരു കോൺവെർസേഷൻ. പിന്നെ അവരുടെ സംസാര വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഡ് മാനായിട്ടുള്ള ഓർമോണ്ടിനെ കുറിച്ചാണ്. ഓർമോണ്ട് എന്താണെന്ന് അവർക്ക് ഓൾറെഡി അറിയാം, അവർക്ക് ഇന്നൊരു എസ്കേപ്പ് ഇല്ല എന്നറിയാം. പിന്നെ എന്താ പറയുക, അപ്പോൾ ഗെയിൻ പറയുമെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് നിനക്കെങ്കിലും ആ ടെസറിയൻ നിനക്കല്ലോ ഡ്രാഗൻ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് പറന്ന് എവിടെയെങ്കിലും രക്ഷപ്പെട്ട് പൊക്കോടെ നോക്കി. അപ്പോൾ ഡയറൻ പറയും ഞാൻ എവിടേക്ക് പോയാലും എന്നെ ആരും വെൽക്കം ചെയ്യില്ല, കാരണം സ്വന്തം ആർമീനെ ഉപേക്ഷിച്ച് പോയിരിക്കും ഇങ്ങനെ ആരാണ് വെൽക്കം ചെയ്യുക, എന്നാലും ഞാൻ ഇവിടുന്ന് പോയാലും ഇവൻ്റെ അത് ഓർമോണ്ടിൻ്റെ തീരുമാനങ്ങളൊന്നും മാറ്റം ഉണ്ടാവില്ല അങ്ങനെ പറയും. പിന്നെ ഐ എം സോറി അബൌട്ട് യുവർ ഫ്രണ്ട് എന്ന് പറയുന്നത് വെച്ചാൽ ക്രിസ്ത്യൻ കോൾ എന്ന് പറയുന്നത് ഗെയിൻ്റെ ഫ്രണ്ടായിരുന്നല്ലോ. ആൻഡ് ഗെയിൻ്റെ മുഖത്ത് ശരിക്കും നമുക്ക് കാണാം പുള്ളിക്കാരൻ്റെ മരണത്തിൽ പുള്ളിക്കാരൻ ഹീസ് റിയലി സാഡ്.
പിന്നെ സ്മോൾ കൗൺസിൽ മീറ്റിംഗ് ആണ് അവിടെ ടോറൻ മാൻഡറിൽ ഒരുപാട് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. കാരണം പൈസ സംബന്ധമായുള്ള കാര്യങ്ങൾക്കുള്ള ആൾക്കാർ പുള്ളിക്കാരൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്, വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. കാരണം അത് റെനേറിയെ കൊടുത്തൊരു പണിയാണ്. പുള്ളിക്കാരൻ ആദ്യം ആ ഒരു ബാങ്കറ്റിൻ്റെ സമയത്ത് പുള്ളിക്കാരുടെ അടുത്ത് അഹങ്കാരം കാണിച്ചതിനുള്ള ഒരു പണിയാണ് പുള്ളിക്കാരനെ കൊടുത്തേക്കുന്നത്. അപ്പോൾ റെനേറി ചോദിക്കും എന്താണ് അതിന് ഡിസിഷൻ എടുത്തതാണ്. അങ്ങനെ ചോദിച്ചാൽ പുള്ളിനെ ഒന്ന് ഒതുക്കി വിടും. ഡേമൻ എവിടെയാണെന്ന് നോക്കുമ്പോൾ ഡേമൻ ഡ്രാഗൺ കീപ്പിൽ നിന്ന് പോയത് കണ്ടു, പക്ഷെ എവിടേക്കാണ് പോയതെന്ന് അറിയില്ല എന്ന് എന്താ പറയുക ഓർവയിൽ പറയും. പിന്നെ ഹാരൻ ഹാളിനെ കുറിച്ച് ചോദിക്കും. ഇഫ് അപ്പോൾ മറ്റേ പുള്ളിക്കാരി ഉണ്ട് സവിത ഫ്രൈ എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഉണ്ടല്ലോ, പുള്ളിക്കാരി പറയും ഇഫ് എന്താ പറയുക സർ അഡ്രിയാനാണല്ലോ കൊല്ലാൻ പോയിരിക്കുന്നത്, അപ്പോൾ അഡ്രിയാൻ സക്സസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതൊക്കെ. അപ്പോൾ റിന്യൂ പറയും ജസ്റ്റ് ടേക്ക് ഇറ്റ്. അപ്പോൾ ഷീസ് ഹാപ്പി, ഗ്രീഡി പേഴ്സൺ ആണല്ലോ പുള്ളിക്കാരി, സബിത ഫ്രൈ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ടേക്ക് ഇറ്റ് ആൻഡ് ഒക്യുപ്പൈ, ആ സ്ഥലം ഒക്യുപ്പൈ ചെയ്ത് ഇനി ആരും അവിടെ കയറി പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിട്ട് സേഫായിട്ട് വയ്ക്കാൻ പറയാം. അപ്പോൾ പെട്ടെന്ന് ഇതെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ആഡവും ബേലിയും വരും. എന്നിട്ട് വി ഹാവ് എ ന്യൂസ് എന്ന് പറഞ്ഞിട്ട് പറയും വി ഹാവ് സീൻ ഷീപ്പ് സ്റ്റീലർ എന്ന് പറയും. അപ്പോൾ ഷീപ്പ് സ്റ്റീലർ റെനേറി സർപ്രൈസ്. എന്നിട്ട് ആഡം പറയും ഇറ്റ് ഹാസ് എ റൈഡർ. അപ്പോൾ റെനേറി പറയും ഇല്ല റൈഡറിനെ കൊന്നു എന്നുള്ള ഡേമിന് പറഞ്ഞെന്ന് പറയും. ഇല്ല ഐ എം ഷുവർ ഇറ്റ് ഹാഡ് എ റൈഡർ അങ്ങനെ പറയും. അപ്പോൾ എന്താ പറയുക മിസേരിക്ക് ഒരു അടിപൊളി ചാൻസ് ആയത് വിഷം മോദി കയറ്റാനായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ചാൻസ് ആണ്. പുള്ളിക്കാരി പറയും യെസ് ഞാൻ നിൻ്റെ അടുത്ത് ആദ്യമേ തന്നെ പറഞ്ഞിട്ടില്ലേ ക്യൂൻ, അതായത് പുള്ളിക്കാരനെ ട്രസ്റ്റ് ചെയ്ത് പുള്ളിക്കാരൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് എന്തും ചെയ്യും അങ്ങനെ പറഞ്ഞ് എന്താ പറയുക ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആവും സിറ്റുവേഷൻ. അങ്ങനെ അവർ എന്താ പറയുക വെയിലോട്ട് പോകാൻ തീരുമാനിക്കും. അടുത്ത ഏഗോളിനെ കാണിക്കുന്നത് ഇവിടെ ഓഫ് കോഴ്സ് ലോർഡ് ലേഡീസ് ഉണ്ട്, പിന്നെ ടൈലൻ ലാനിസ്റ്റർ ഉണ്ട്. അപ്പോൾ അവരുടെ യാത്ര ചെയ്ത് ബ്രാവോസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിനകത്ത് അവരെടുത്ത തീരുമാനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാവോസിലോട്ട് പോകുന്നത്. പക്ഷേ ടൈലൻ ലാനിസ്റ്റർ പിന്നെയും പറയുന്നുണ്ട് ഒന്നുകൂടെ ചിന്തിക്കണം, കാസ്റ്റർലി റോക്കിലോട്ട് പോകുന്നതായിരിക്കും സേഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഏഗോൺ എന്താ പറയുക പുള്ളിക്കാരൻ എടുത്ത ഡിസിഷൻ ആണെങ്കിൽ എന്തായാലും മാറ്റമില്ല, ബ്രാവോസിലോട്ട് തന്നെ പോകുന്നുള്ളൂ അങ്ങനെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് അവർ പോയിക്കൊണ്ടിരിക്കുന്ന അവിടേക്കുള്ള വില്ലേജിനകത്ത് ആൾക്കാർ തിരിച്ച് ഇങ്ങോട്ടേക്ക് എവിടെ നിന്നോ എന്തോ കണ്ട് പേടിച്ച് രക്ഷപ്പെട്ട് ഓടി വന്നതാണ്. അപ്പോൾ ഏഗോൺ ചോദിക്കും എന്താണ് നിങ്ങളെല്ലാം ഇങ്ങനെ എങ്ങോട്ടാണ് അത്ര ഭയത്തോടെ ഓടി പോകുന്നത് വയ്ക്കും. അപ്പോൾ ആ ഒരു പുള്ളിക്കാരി പറയും അതായത് ലോർഡ് മൂട്ടൻ്റെ ആർമി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാർച്ച് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ക്യൂൻ റെനേറിയസ് ഓർഡേഴ്സ്. അതായത് റെനേറിക്ക് സ്ഫെയർ ചെയ്താണ്, അത് റെനേറിയുടെ മുമ്പിൽ മുട്ടടക്കി പുള്ളിക്കാരിയുടെ ക്യൂനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ലോർഡ് മൂട്ടനും പുള്ളിക്കാരൻ്റെ ആർമിയും. അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറയും. അപ്പോൾ ലോർഡ് ലേരീസ് പറയും ഇറ്റ് ഈസ് നോട്ട് എന്താ പറയുക ഇനി സേഫ് അല്ല, അവിടേക്ക് പോകണം, നമുക്ക് തിരിച്ചു പോകാൻ പറയും. അപ്പോൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെ മറ്റേ എന്താ പറയുക അവരുണ്ടായിരുന്ന റൂക്സ് റെസിനത്തെ ആൾക്കാർ നമ്മൾ തിരിച്ചറിയും, കാരണം മറ്റവൻ മരിച്ചല്ലോ, ജാനോസ് മരിച്ചു, പുള്ളിക്കാരനാണ് കൊന്നത്, ഏഗോണുള്ള കൊന്നത്. അപ്പോൾ അവിടേക്ക് പോകുന്നത് സേഫ് അല്ല എന്ന് പറയാം. അങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഡിസിഷൻ എടുക്കും. അവർക്ക് മനസ്സിലാവും ശരിക്കും ഇവർ അന്വേഷിച്ച് വന്നേക്കുന്നത് അതായത് ടൈലൻ ലാനിസ്റ്ററാണ്, അതായത് റെനേറിയയുടെ ഗോൾഡ് അന്വേഷിച്ചാണ് വന്നേക്കുന്നത്. കൊട്ടാരത്തിലെ ഫുള്ള് ഗോൾഡ്, അതിനെല്ലാം ഒരു സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ ടൈലൻ ലാനിസ്റ്ററിനെ കിട്ടണം. അപ്പോൾ അതിനു വേണ്ടിയാണ് ടൈലൻ ലാനിസ്റ്റർ അന്വേഷിക്കുന്നത്. അപ്പോൾ ടൈലൻ ലാനിസ്റ്റർ ഇവരുടെ കൂടെ ഉണ്ടെങ്കിൽ ഇവരെല്ലാം പിടിക്കപ്പെടും. അതുകൊണ്ട് ലോർഡ് ലേരീസ് പറയും ഒരു കാര്യം ചെയ്യുന്ന പോയി പിടികൊടുക്കും എന്ന് പറയും. അതായത് ടൈലൻ ലാനിസ്റ്ററിൻ്റെ അത്രയും നേരം കൂടെ നടന്നിട്ട് അത് ഈ ലോർഡ് ലേരീസിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട ആവശ്യം, പുള്ളിക്കാരൻ കുതുകാല് വെട്ടാൻ പറ്റുമോ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അതായത് പുള്ളിയുടെ സ്വന്തം ഫാദറിനെയും ബ്രദറിനെയൊക്കെ തീർത്ത് കളഞ്ഞിട്ടാണ് ഏഗോൺ ഉപദേശിച്ചത്. പക്ഷേ ഏഗോൺ ഐ ഹാവ് ടു സേ തുടക്കം തൊട്ടേ എനിക്ക് പുള്ളിനെ ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പം അത് ഞാൻ അവസാനം പറയാം കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ടൈലൻ ലാനിസ്റ്ററിൻ്റെ അടുത്ത് പിടി കൊടുക്കാൻ പറയും. അപ്പോൾ ടൈലൻ ലാനിസ്റ്റർ പറയും എന്നെ പുള്ളിക്കാരി ജീവനോടെ കത്തിച്ച് കളയും, പക്ഷേ ഇപ്പോൾ വേറെ വഴിയില്ല അങ്ങനെ ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഏഗോൺ എന്താ പറയുക ഏഗോൺ തന്നെ പറയും വേണ്ട എനിക്ക് വേണ്ടി ആരും ഇനി മരിക്കാൻ നിൽക്കണ്ട, ഇനി ഞാൻ ഒരിക്കലും ഒരു ബീരുവിനെ പോലെ പേടിച്ച് മരിക്കില്ല, എന്താ പറയുക ഒരു ആരാണെന്ന് അറിയാതെ ഒരു അനാഥ പ്രേതം പോലെ ഞാൻ മരിക്കില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കണുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കാൻ തീരുമാനിക്കും. പക്ഷേ ലോർഡ് ലേരീസ് പറയും ഞാനൊരു ക്രിപ്പിളാണ്, ഞാൻ മുടന്തനാണ്, എനിക്ക് ഒരുപാട് വൈകല്യങ്ങളുണ്ട്, എനിക്ക് ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, അതുകൊണ്ട് ഞാൻ പോകാമെന്ന് പറയും. അങ്ങനെ ഏഗോൺ പൊക്കോളാൻ പറയും. പക്ഷേ ടൈലൻ ലാനിസ്റ്റർ പുള്ളിക്കാരൻ കിങ്ങിൻ്റെ കൂടെ തന്നെ നിൽക്കണുള്ളൂ, ഞാൻ ഏഗോണിൻ്റെ കൂടെ നിൽക്കും അവസാനം വരെ അങ്ങനെ പറഞ്ഞ് അവരവിടെ തന്നെ നിൽക്കാൻ തീരുമാനിക്കും. പിന്നെ വീണ്ടും ഹാരൻ ഹാളാണ് കാണിക്കുന്നത്. അതായത് അവർ ഭക്ഷണം കഴിക്കുകയാണ് ഏമണ്ടും ആലീസിൻ്റെ ആലീസ് റിവേഴ്സും കൂടി. അപ്പോൾ ആലീസ് റിവേഴ്സ് ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആലീസിൻ്റെ സർപ്രൈസറാണ്, ആരാണ് ഇങ്ങനെയൊക്കെ ഇത്രയും പറയാനായിട്ട് അധികാരം പുള്ളിക്കാരി കൊടുത്തത്, ആരാണ് ഈ പുള്ളിക്കാരി ഒന്നും മനസ്സിലാവുന്നില്ല. ഹൂ ഷീ എന്ന് ചോദിക്കും. അപ്പോൾ ഏമണ്ട് പറയും ഷീ ഈസ് എ ലേഡി ആൻഡ് ഷീ ഈസ് എ മാസ്റ്റർ ഓഫ് സം സോർട്ട് ഓഫ് തിങ്സ് അങ്ങനെയൊക്കെ പറയും. എന്നിട്ട് ഏമണ്ട് പറയും ഐ എം ഗോയിങ് ടു എന്താ പറയുക ഐ എം ഗോയിങ് ടു സ്റ്റേ ഹിയർ, ദിസ് ഈസ് മൈ ന്യൂ സീറ്റ് അങ്ങനെ പറയും. എന്താ പറയുക അതാണ് പിന്നെ നമ്മൾ ട്രെയിലറിൽ കണ്ട ഭാഗം എ ന്യൂ ഡൗൺ ഈസ് കമ്മിങ് എ ന്യൂ ലൈൻ ഓഫ് അൺസാൾട്ടഡ് കിങ്സ്. അതായത് പുള്ളി ഉദ്ദേശിക്കുന്നത് ആലീസ് റിവേഴ്സിൽ പുള്ളിക്ക് ഉണ്ടാകാൻ പോകുന്ന കുട്ടികളും പിന്നെയുള്ള ബാക്കി കാര്യങ്ങളാണ് പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവർ തമ്മിലുള്ള കുറേ ഉടക്കുകൾ, അതായത് ആലീസ് റിവേഴ്സും ആലീസിനും കൂടി ഒത്തു പോകുന്നില്ല. അതായത് ആലീസ് റിവേഴ്സിന് ആലീസിൻ്റെ ഇവിടെ എത്രയും പെട്ടെന്ന് പോകണം, എൻ്റെ ഏമൗണ്ടിന് അത് ഇഷ്ടപ്പെടുന്നില്ല, പുള്ളിക്കാരൻ്റെ അമ്മയുടെ അടുത്ത് അങ്ങനെ സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ആലീസ് റിവേഴ്സ് വിളിച്ചുകൊണ്ട് പോകും, അങ്ങനെ തന്നെ പറയണം, ഫോഴ്സ് ചെയ്ത് വിളിച്ചുകൊണ്ട് പോകണമെന്നാണ്. അപ്പോൾ ആലീസ് പോകാൻ തയ്യാറാണ്. അപ്പോൾ ഏമണ്ട് പറയും വേണ്ട എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ നന്നായി, അതായത് ഓൾഡ് ടൗണിലോട്ട് പോകേണ്ട, അവിടെ ഒന്നുമില്ല, ഹെലേൻ്റെ അടുത്തേക്കും പോയാൽ ഇനി തിരിച്ചു പോകേണ്ട, ഇവിടെ തന്നെ നിൽക്കാം, നമുക്ക് ഇതാണ് നമ്മുടെ പുതിയ സ്ഥലം അങ്ങനെ പറയും.
എന്നിട്ട് പിന്നെ ആലി സർവേഴ്സായിട്ടുള്ള കോൺവെർസേഷൻ. അപ്പോൾ പേയ്മെൻറ്റ് ചോദിക്കുക, എൻ്റെ അമ്മേനെ പറഞ്ഞു വിടാൻ ഇനി ആരുമില്ല, അങ്ങനെ പറയും കോൺവെർസേഷൻ ഉണ്ട്. യു ക്യാനോട്ട് ട്രീറ്റ് മീ ലൈക്ക് എ ചൈൽഡ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇത് എന്താ പറയുക, ആലീസ് ശരിക്കും പറഞ്ഞാൽ അവരുടെ റിലേഷൻ വേറെ ടൈപ്പാണ്. ഒരു അമ്മ പറയണ പോലെ പുള്ളിക്കാരനെ ഒതുക്കി അങ്ങനെയാണ് വളർത്തുന്നത്. അപ്പോൾ ആലീസ് സമ്മതിക്കും. അതായത് ആലിസെൻ്റ് ഇവിടെ വന്നത് നമ്മുടെ പ്ലാനിലില്ല. അതായത് ഈ ആലിസെൻ്റ് എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മുടെ ഒരു പ്ലാനിനകത്ത് ഉണ്ടായിരുന്നില്ലോ അങ്ങനെ പറയും. അങ്ങനെ അപ്പോൾ ഇവണ്ട് വയ്ക്കും, അപ്പോൾ അതാണ് ഈ കണ്ട ഈ പെർഫോമൻസിൻ്റെ കാരണം, അതുകൊണ്ടാണ് നീ ഇപ്പോൾ ആ ടേബിളിലിരുന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ വയ്ക്കും. അപ്പോൾ ട്രെയിലർ കണ്ടത് അടുത്തൊരു സംഭവം, ഇത് ഷീ ഹാസ് കം ടു ഡു യു സം ഈവിൽ, എന്തോ നിന്നെ എന്തോ ചെയ്യാനാണ് വന്നേക്കുന്നത്. അങ്ങനെ പുള്ളിക്കാരി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അല്ലാതെ ആയിരിക്കും പറയുന്നത്. കാരണം ആലിസെൻ്റ് ഇവിടെ വന്ന് പുള്ളിക്കാരിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, കാരണം അവരുടെ പ്ലാനുകൾ നടക്കില്ല അങ്ങനെ പറയും. അപ്പം പിന്നീട് എന്താ പറയുക, ആലിസെൻ്റും എയ്മണ്ടായിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ട്. എന്നിട്ട് നൈസായിട്ട് എന്താ പറയുക, പുള്ളിക്കാരിയുടെ പർപ്പസ് ഇനിയിപ്പോൾ സർ അഡ്രിയാൻ മരിച്ചു, പുള്ളിക്കാരി തന്നെ ചെയ്യണം. സർ അഡ്രിയാൻ്റെ മരിച്ചു കിടക്കുന്ന അവിടെ ഒരു ഡാഗർ ഇരിക്കുന്നുണ്ടായിരുന്നു, അത് പുള്ളിക്കാരി എടുത്തോന്നുണ്ട്. അങ്ങനെ എടുത്തിട്ട് അത് വെച്ച് കുത്താൻ ചിലപ്പോൾ പുള്ളിക്കാരിക്ക് പറ്റിയില്ലോ എന്ന് വെച്ചിട്ടായിരിക്കണം. അവിടെ ഒരു വിഷത്തിൻ്റെ ഒരു പൂ നിൽക്കുന്നുണ്ട്, അത് വെച്ച് വൈനിൽ നൈസായിട്ട് മിക്സ് ചെയ്ത് എയ്മണ്ടിന് കൊടുക്കും. എയ്മണ്ട് മരിക്കാനാ ചവാറായി. അങ്ങനെ ആലിസെൻ്റ് അത് എയ്മണ്ട് തീർന്നു എന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരി സ്ഥലം വിട്ട് പോകാനായിട്ട് നിൽക്കുമ്പോഴേക്കും എന്താ പറയുക, എയ്മണ്ട് ആലി സർവേഴ്സിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ആലി സർവേഴ്സ് പറയും ഇഡിയറ്റ് എന്ന് പറയും. അങ്ങനെ അവരുടെ ആ ഒരു ഭാഗം ഈ എപ്പിസോഡിൽ തീരാണ്. പക്ഷേ ഓഫ് കോഴ്സ് എയ്മണ്ട് മരിക്കാൻ പോകുന്നില്ല, എത്ര തവണ വന്നാലും കാര്യമില്ല. കാരണം ആലി സർവേഴ്സ് കൂടുതലുള്ളിടത്തോളം പുള്ളി എന്തായാലും മരിക്കാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ റെയ്നയാണ് കാണിക്കുന്നത്. റെയ്ന ഷിപ്സ്റ്ററിൻ്റെ പുറത്ത് വെയിലിനകത്താണ് പറന്ന്. ഇത് പറയുന്നുണ്ടല്ലോ പുള്ളിക്കാരി വൈകാരനെ അന്വേഷിച്ച് ഇങ്ങനെ ഓരോ സ്ഥലത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നാലെ തൊട്ട് മോളിക്കടെ ഡേമൻ കറാക്സസിനോട് പറഞ്ഞു വന്നിട്ട് ബ്രേക്ക് കൂട്ടി നിർത്തണം, പുള്ളിക്കാരൻ്റെ തലയിലൊരു ചവിട്ടും കൊടുത്ത് അവിടെ നിർത്തിക്കും. എന്നിട്ട് അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ്. പക്ഷേ എന്താ പറയുക, രണ്ട് ഡ്രാഗൻസും എന്താ പറയുക ഇപ്പം തന്നെ രണ്ടുപേരും കത്തിക്കാൻ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിച്ച് കൊല്ലാൻ റെഡിയാണ്. അതായത് കറാക്സസിന് അത്രയും കുഴപ്പമില്ല, കാരണം കറാക്സസ് കുറച്ചുകൂടെ അറിയാൻ എന്താണ്. പക്ഷേ ഈ ഷീപ്സിയറിനെ സംബന്ധിച്ച് ഇത് റെയിനെ ഹർട്ട് ചെയ്യാൻ വന്നേക്കണം ആരാണോ അങ്ങനെ എന്തോ പേടിച്ചിട്ട് കത്തിക്കാനായിട്ട് റെഡിയായി, ഫൈറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ മുമ്പിലേക്ക്. അപ്പോൾ രണ്ടുപേരും നമ്മൾ ഇതിനു മുമ്പുള്ളൊരു എപ്പിസോഡിനകത്ത് കേവിനകത്ത് വെച്ചിട്ട് ഇതേപോലെ ഒരു സീനുണ്ട്. രണ്ടുപേരും അതായത് റെയ്ന ഷീപ്സിയറിനെയും കറാക്സസിനെ ഡെയ്മിനെ കാം ചെയ്ത് നിർത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ ഫൈറ്റ് ആവും അങ്ങനെ വിചാരിച്ച് പറഞ്ഞു നിർത്തും. അപ്പോൾ നീ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ പറയും, ഈ ഡ്രാഗനെ എവിടെയെങ്കിലും ഇട്ടിട്ട് പോകുമെന്ന് റെയ്നയുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ റെയ്ന സമ്മതിക്കില്ല. റെയ്ന പറയും, അതായത് ഞാൻ വൈകാറിനെ അറ്റ്ലീസ്റ്റ് വൈകാറിനെ കൊല്ലാൻ പോകും, അപ്പോൾ അങ്ങനെയെങ്കിലും ഇതിന് പോരാതെ ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഒരു പ്രായശ്ചിത്താവട്ടെ. അവിടെ എന്നോട് റെയ്നറിയ എന്നോട് എനിക്ക് മാപ്പ് തരില്ല എന്ന് എനിക്കറിയാം, പക്ഷേ അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും ഞാൻ അത് വിട്ടിട്ടെ. അപ്പോൾ ഡെയ്മൻ പറയും, നീ വൈകാറിനെ ഇത് വെച്ചിട്ട് ഒറ്റയ്ക്ക് കൊല്ലാൻ പോയി നീ മരിക്കും, അപ്പോൾ എന്നാലും കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ ഡെയ്മൻ പറയും, ഞാനും വരാൻ നിന്നെ സഹായിക്കാമെന്ന് പറയും. അതായത് ഡെയ്മൻ നമുക്ക് രണ്ടുപേരും കൂടി ഡെയ്മനെ, അതായത് വൈകാറിനെ പോയി കൊല്ലാം, വൈകാറിനെ എയ്മണ്ടിനെ പോയി കൊല്ലാമെന്ന് പറയും. അപ്പോൾ ഇതേ സമയത്ത് തന്നെ റെനേറിയും ആടും കൂടി അവിടെ നിന്ന് പറന്നിറങ്ങി ഇവിടേക്ക് വരും. കാരണം ഓൾറെഡി ന്യൂസ് നേരത്തെ ആടും ബേലും കൂടി പോയി ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവർ വന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പറയുക, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സീനാണ്. അതായത് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് മാത്രമല്ല വളരെ സാഡായിട്ട് കാണുന്നത്, ഇതൊക്കെ ഭയങ്കര ഇമോഷണൽ ആവുന്ന ഒരു സീനാണ്. അപ്പോൾ സൈറാക്സ് ഉണ്ട്, സീ സ്മോക്ക് ഉണ്ട്, അങ്ങനെ 3 vs 1 പോലെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ. കാരണം ഇത്രയും ഡ്രാഗൻസിനെ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞപ്പം ഷീപ്സിയർ ഈസ് ബിക്കമിങ് മോർ അഗ്രസീവ്. കാരണം എങ്ങാനും റെയിനായിരിക്കും ഹെർട്ട് ചെയ്യാൻ വന്നേക്കുന്നതാണോ അങ്ങനെ പേടിച്ചിട്ട് പുള്ളിക്കാരൻ കിടന്നതിനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ കോൺവെർസേഷൻ ഒരു ചാൻസ് ഇല്ല, കാരണം മൂന്ന് ഡ്രാഗൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അറ്റാക്ക് ചെയ്യാനുള്ള മൊമെന്റിൽ നിൽക്കുകയാണ്. അങ്ങനെ സൈറാക്സ് ഇത് ബേലയുടെ അടുത്ത് ഓടിപ്പോകാൻ പറയും, ഡെയ്മൻ പറയാനെ പോവും. പക്ഷെ ആടത്തിൻ്റെ അടുത്ത് എന്താ പറയുക, റെയ്നയെ പോയി പിടിച്ചുകൊണ്ടുവരാൻ റെനേറിയ പറയും. അങ്ങനെ പുള്ളിക്കാരൻ അവിടേക്ക് ഓടിപ്പോവും. എന്നിട്ട് എന്താ പറയുക, റെനേറിയ സൈറാക്സിൻ്റെ അടുത്ത് ഇങ്ങനെ വാച്ച് ചെയ്ത് നിർത്താൻ പറ്റും. പക്ഷേ സൈറാക്സ് ഫയർ ചെയ്യും, കത്തിക്കും. അപ്പോൾ പുള്ളിക്കാരൻ്റെ അതായത് ഷീസിയറിൻ്റെ മേത്ത് കുറച്ച് തീയൊക്കെ അടിച്ചിങ്ങനെ പയ്യനെ വേണം. എന്നിട്ട് നേരെ എന്താ ചെയ്യുക, ഷീസിയർ നേരെ പിടിച്ച് സൈറാക്സിൻ്റെ കഴുത്തിന് പിടിച്ച് ഇങ്ങനെ നിലത്ത് ചവിട്ടി പിടിച്ച്. ഞാൻ വിചാരിച്ച സൈറാക്സ് തീർന്നതാണ്, കാരണം ഇത് ബുക്കിലില്ലാത്തൊരു സ്റ്റോറിയാണ്. കാരണം ബുക്കിൽ ശരിക്കും പറഞ്ഞാൽ ഷീസിയറിൻ്റെ റൈഡർ നെറ്റിൽസ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അപ്പോൾ പുതിയൊരു സീനായിരുന്നു, ഒന്നും മനസ്സിലായില്ല എന്നല്ല, സർപ്രൈസ്ഡ് ആയി പോയി, ഹാർട്ട് ബ്രേക്കിംഗ് ആയ ഒരു സീനായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ച സൈറാക്സ് അവിടെ തീരും പണിയാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഡെയ്മൻ കറാക്സസിനെ കൊണ്ട് പുള്ളിക്കാരൻ്റെ തലയ്ക്ക് കടിച്ചെടുത്തു. ആ സീൻ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും വയ്യ, അങ്ങനെ ആക്കി നശിപ്പിച്ച്. പാവം എവിടെയോ സമാധാനമായിട്ട് ജീവിച്ച ഒരു ഡ്രാഗനാണ് ഷീപ്സിനെയൊക്കെ തിന്ന് ആർക്കും ഉപദ്രവമില്ലാതെ, കുറച്ച് ആടുകളെ തിന്നു മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ആർക്കും ഉപദ്രവം ചെയ്തിട്ടില്ല. പാവ സാധനത്തിനെ നശിപ്പിച്ച് എന്താ പറയുക, അതായത് ഷീപ്സിനെ കൊല്ലുന്ന മാത്രം കാണിച്ചില്ല എന്നുള്ളൂ, ബാക്കി നശിപ്പിച്ച്. സൈറാക്സും സീസ്മോക്കും കൂടി അത് റെയിനെ കൊണ്ട് പറന്ന് തിരിച്ച് അവിടേക്ക് പോകും. എന്നിട്ട് ഡെയ്മൻ പറയും, ഇത് ഞാൻ ഫിനിഷ് ചെയ്തോളാം പറയാണ്ട് അങ്ങനെ കടിച്ചു വെച്ച് തീർക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ഭാഗ്യം അത്യാവശ്യം അതെങ്കിലും കാണിക്കായിരുന്നത്. പക്ഷേ എന്താ പറയുക, ഷിപ്സിയർ ഈസ് നോട്ട് ഡെഡ്. പക്ഷേ അതിൻ്റെ വിങ്ങും കഴുത്തും എല്ലാം ഡാമേജ് ചെയ്യാൻ മരിക്കാറായി നിന്നിട്ടും റെയിനെ പോകുന്ന കണ്ടിട്ട് വിഷം അതിന് അമ്മ കരയുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ സീനകത്ത് ഇങ്ങനെ കാണിക്കുന്നത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അത് പറയുമ്പോൾ തന്നെ എനിക്ക് ഇമോഷണൽ ആവണം. എന്നിട്ട് അതിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് അവിടേക്ക് നീങ്ങി പോകുന്നുണ്ട്. അതിനെ കൊന്നിട്ടില്ല,
അത് രക്ഷപ്പെട്ടുണ്ടെങ്കിൽ അത് ബുക്സിനകത്ത് സ്റ്റോറിയിൽ പോലെ തന്നെ സമാധാനമായിട്ട് പോകത്തെ എന്ന് ഞാൻ വിചാരിക്കണം. സോ സാഡ് മൂമെന്റ്. അതിനുശേഷം കൊട്ടാരത്തിൽ, അതായത് ഈ ഒരു ഇവന്റ് ഹാപ്പൻ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് എന്താ പറയുക, മിസാറിയനെ കൊട്ടാരത്തിൽ കാണിക്കുന്നത്. പുള്ളിക്കാരിയുടെ വിഷം തീർന്നു പോയിട്ട് അത് ചാർജ് ചെയ്യാനായിട്ട് സെൽവി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കൊണ്ടിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ പവറൊക്കെ കാണിക്കാനായിട്ട് പുള്ളിക്കാരിക്ക് എന്തെങ്കിലും അത് ക്യൂനായിട്ട് എന്താ പറയുക ഫോർ എവർ, ഇതിപ്പോൾ ഡെയിമിനെ തടഞ്ഞു വിടാനായിട്ട് കിട്ടിയ ഏറ്റവും പെർഫെക്റ്റ് ചാൻസ് ആണ്. അപ്പോൾ ആ ഒരു പെർഫെക്റ്റ് ഷോട്ടിനുള്ള ഐഡിയ അന്വേഷിച്ചാണ് ഈ സെൽവി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ വിളിച്ചത്. പക്ഷേ പുള്ളിക്കാരി പ്രതീക്ഷിച്ച പോലെ തന്നെ വിഷം ഇങ്ങോട്ടേക്ക് നിറച്ചു കൊടുക്കില്ല. പുള്ളിക്കാരി ഒരു റിയാലിറ്റി മനസ്സിലാക്കി കൊടുക്കും. അത് നീ ഇപ്പോഴായിട്ടാണ് ഡ്രസ്സിൻ്റെ കോസ്റ്റ് ഉൾപ്പെടെ നീ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിനക്കൊരു പവറും ഇല്ല അങ്ങനെ പറഞ്ഞ് പുള്ളിക്കാരിക്ക് ഒരു റിയലൈസേഷൻ ആയി കൊടുക്കും. പക്ഷേ ഇനി തിരിച്ച് ഇവർ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസേറിക്ക് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. പുള്ളിക്കാരി പറഞ്ഞെല്ലാം കറക്റ്റ് ആയിരുന്നു, ഡെയ്മൻ ചീറ്റ് ചെയ്തു. അങ്ങനെ ഒരു മൂമെന്റിൽ നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും തിരിച്ച് കൊട്ടാരത്തിലോട്ട് എത്തി. ഐ ഹോപ്പ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ഫിനിഷ് ദിസ് എന്ന് പറഞ്ഞിട്ടാണ് പോയത്. എന്താ പറയുക, ഷിപ്സിയർ സേഫ് ആയിട്ടിരിക്കട്ടെ, അതിനൊന്നും പറ്റില്ല എന്ന് മാത്രം, അങ്ങനെയൊന്നും കാണിക്കില്ലേ എന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ബാക്കി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പിന്നെ ഡെയ്മനും റെനേറിയായിട്ട് കോൺവെർസേഷൻ, പുള്ളിക്കാരുടെ കൂടെ ഒരു മെയ്ഡൻ ഉണ്ട്. പക്ഷേ ഇത്തവണ കാര്യങ്ങളെല്ലാം വളരെ ഡിഫറെൻ്റ് ആണ്. റിലേഷൻസ് എല്ലാം കോംപ്ലിക്കേറ്റഡ് ആവുന്ന സമയമാണ്. ഒരു എപ്പിസോഡ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ പുള്ളിക്കാരി അവിടെ നിൽക്കട്ടെ, നീ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോളാൻ പറയാം. അപ്പോൾ ഡെയ്മൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷീ ബെഗ്ഡ് മീ നോട്ട് ടു ടെൽ യു, അതായത് റെയിൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ അടുത്ത് ഒരിക്കലും പറയരുത്, അങ്ങനെ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അത് മാത്രമല്ല, നീ എൻ്റെ വൈഫാണ്, അതെൻ്റെ മകളുമാണ്, രണ്ടുപേരും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു മകളെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് നെഗ്ലക്റ്റ് ചെയ്ത്, ഞാൻ ഒരുപാട് എന്താ പറയുക എന്നിൽ നിന്ന് മാറ്റി നിർത്തിയാണ് ഒരു ഡോക്ടറാണ്. അപ്പോൾ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല എന്ന് പറയും. ഐ ആം സോറി എന്ന് പറയും. പക്ഷേ റെനേറിയോ ഇറ്റ് ഈസ് ടു ലേറ്റ്, അതായത് ഒരുപാട് വൈകിപ്പോയി. അപ്പോൾ തിങ്സ് ആർ ഗെറ്റിംഗ് മോർ കോംപ്ലിക്കേറ്റഡ്. പിന്നെ അലനെയാണ് കാണിക്കുന്നത്. അലൻ എന്ന് പറഞ്ഞാൽ കോളിസ് വലേരൻ്റെ സണ്ണാണ്. ഇപ്പോൾ ഇപ്പോഴും അറിയാത്തവരുണ്ട്, അതുകൊണ്ട് ഞാൻ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ പുള്ളിക്കൊരു മെസ്സേജ് വരും, അത് ഒരു ബോക്സ് ആണ് വന്നേക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ ഒരു സീൻ, അതായത് ഓർമോണ്ടിൻ്റെ ഒരു സീൻ കാണിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തായിരിക്കും. അതായത് കോളിസ് വലേരിയൻ ഈസ് ക്യാപ്റ്റീവ് എന്ന് കാണിക്കാനായിട്ട് എന്തെങ്കിലും ഒരു സംഭവിക്കാം, ബോഡി പാർട്ട് എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഫിംഗർ, ഒരു വിരൽ കട്ട് ചെയ്ത് അത് കോളിസ് വലേരിയൻ്റെ ആണ് കാണിക്കാനായിട്ട് ഇങ്ങനെ അയച്ചു കൊടുത്തേക്കാണ്. അപ്പം എന്താ പറയുക, ഈ എപ്പിസോഡിലെ തിങ്സ് എല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് ആയി തുടങ്ങി. പിന്നെ ഹെലീനയാണ് കാണിക്കുന്നത്. ഹെലീന തവണ ഒരുപാട് ഡ്രീംസ്, അതായത് പുള്ളിക്കാരുടെ ഡ്രീം ഫയർ ഉൾപ്പെടെ എല്ലാ, അതായത് പുള്ളിക്കാരി ഇനി ബർത്ത് കൊടുക്കുന്നത്, പുള്ളിക്കാരിക്ക് കുട്ടി ഉണ്ടാകുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല പുള്ളിക്കാരുടെ സ്റ്റോറി എനിക്ക് തോന്നുന്നു ടോട്ടലി ചേഞ്ച് ആയി, എല്ലാം കംപ്ലീറ്റ്ലി മാറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു മൂണിനെ കാണിക്കുന്നത്, അതിന് കുറേ ഇൻ്റർപ്രിറ്റേഷൻ ഉണ്ട്, പക്ഷെ പറഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഇതായിപ്പോവും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ബുക്സിലെ സ്റ്റോറി എന്ന് വെച്ചാൽ അറ്റ് എ പോയിന്റ് ഷീ കമ്മിറ്റ് സൂയിസൈഡ്, പുള്ളിക്കാരി ആത്മഹത്യ എന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റോറിയും ടോട്ടലി മാറിപ്പോയിട്ടുണ്ട്. പിന്നെ റെനേറിയനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരി ഉറങ്ങാൻ നോക്കുന്നുണ്ട്, പക്ഷെ പുള്ളിക്കാരിക്ക് പറ്റിയെന്നില്ല, കാരണം ഒരുപാട് കാര്യങ്ങൾ കടന്ന് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരി നേരെ എണീറ്റിട്ട് ആ ഒരു സ്കള്ളുണ്ടല്ലോ, അതായത് ഇതാണ് ഷിപ്സിയറിൻ്റെ റൈഡറിൻ്റെ തലയാന്ന് പറഞ്ഞ് കൊടുത്തത്, അത് നേരെ എടുത്ത് തീയിലോട്ടിട്ട് ഇട്ടിട്ട് നേരെ മിസാറിയ എടുത്ത് വിട്ടു. എന്നിട്ട് മിസാറിയ പറയും, ഞാൻ പറഞ്ഞതെല്ലാം കറക്റ്റ് ആയിരുന്നില്ലേ, ഡേമൻ നിന്നെ ചതിക്കായിരുന്നില്ലേ, അങ്ങനെ പറയും. അപ്പോൾ പുള്ളിക്കാരി പറയും, പക്ഷേ ഹീ ഡിഡ് നോട്ട് ബിട്രേ മീ, അത് പുള്ളിക്കാരൻ്റെ ഇതിൻ്റെ ഇടയിൽ പുള്ളിക്കാരൻ്റെ വേറൊരു പർപ്പസ് ഉണ്ടായിരുന്നില്ല, പുള്ളിക്കാരൻ്റെ ഡോക്ടറാണ്, അത് പുള്ളിക്കാരൻ്റെ സ്വന്തം മകളായതുകൊണ്ട് ഇപ്പം ഞാനാണെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുത്തേനെ, അങ്ങനെ പറയും. പക്ഷെ നീ ചെയ്യുന്നത്, അതായത് മിസേറിയ ചെയ്യുന്ന വേറൊരു സംഭവമാണ്, നീ എന്നെ പുള്ളിക്കാരനെ അഗെയിൻസ്റ്റ് ആയിട്ട് ടേൺ ചെയ്യാൻ നോക്കുകയാണ്, നീ പറയുന്നത് മാത്രം കേൾക്കണം, നിൻ്റെ കാഴ്ചപ്പാടിലുള്ള ഒരു ക്യാരക്ടറായി മാറാൻ ഞാൻ അങ്ങനെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മിസേറിയ പറയും, ഞാൻ നോക്കുന്നത് നിന്നെ എങ്ങനെയാണ് വിസേരിയസ് ആയത്, നിൻ്റെ ഫാദർ എങ്ങനെയാണോ ആഗ്രഹിച്ചത് അതേപോലെ ആക്കാനും നോക്കുന്നത്. അപ്പോൾ റെനേറിയ പറയും, അങ്ങനെ ഞാൻ ചെയ്തിട്ട് എന്ത് ഗുണമുണ്ടായത്, അത് എൻ്റെ പീപ്പിൾ എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ആർഗ്യുമെൻറ്റ്സ് ആവും. എന്നിട്ട് റെനേറിയ പറയും, നീ എപ്പോഴും എന്നെ, അതായത് സുഖിപ്പിച്ച് എന്നെ, അതായത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒതുക്കി നിർത്താൻ നോക്കുക, അങ്ങനെയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ പറയും. പക്ഷേ എന്താ പറയുക, മിസേറിയാണ്, അതായത് വിഷമിഷ്ടം പോലെ ഉള്ളിലുണ്ട്. പുള്ളിക്കാരി മാനിപ്പുലേറ്റീവ് ആണ്, അത് ഒരുപാട് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് യു ആർ ദ ട്രൂ ക്യൂൻ അങ്ങനെ പൊക്കി അടിച്ച്, പുള്ളിക്കാരിക്ക് എന്താണോ കേൾക്കേണ്ടത്, റെനേറിയക്ക് ഇത് മാത്രമാണ് കേൾക്കേണ്ടത്, വേറെ ആരും പറയാത്തൊരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ക്യൂനാവും, നിൻ്റെ മക്കൾ ക്യൂനാവും, ഫോർ എവർ യു വിൽ ബി ദർ, ആൻഡ് നിൻ്റെ ഭരണം എന്നും പ്രിവെയിൽ ചെയ്യും, എന്നും നിലനിൽക്കും. അത് കേൾക്കും. അത് കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഒന്ന് കാം ഡൗൺ ആവും. പിന്നെ പുള്ളിക്കാരിക്കൊന്നും കേൾക്കണ്ട. ഇത് കേട്ടാൽ പിന്നെ ബാക്കി എന്താ പറയുന്ന പുള്ളിക്കാരി അതിൻ്റെ കൂടെ കേൾക്കുന്നതൊക്കെ വിശ്വസിച്ചോളാം. അങ്ങനെ പിന്നെ അവരൊരു ഇൻറ്റിമേറ്റ് റിലേഷനിലാണ്, അവർ കിസ് ചെയ്യണം, അങ്ങനെയാണ് കാണിക്കുന്നത്. പിന്നെ ഏഗോണെയാണ് കാണിക്കുന്നത്. അത് എന്താ പറയുക, എന്താ പറയുക, ഏഗോൺ മരിക്കാൻ റെഡിയാണ്. പണ്ടത്തെ പോലെയല്ല, ഏഗോണിൻ്റെ ക്യാരക്ടർ ഒരുപാട് ഈ ഒരു ജേണിയിലൂടെ ഒരുപാട് ഒരു ഒഡീസിയ സെറ്റപ്പ് പോലെയായിരുന്നു, ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. പുള്ളിക്കാരി ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്തു, എന്താ പറയുക, റിഗ്രറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ ഇത്തവണ പുള്ളിക്കാരൻ മരിക്കാൻ റെഡിയാണ്. അത് ബ്രേവ് ഡെത്ത്, ഒരു ഓണറബിൾ ഡെത്ത്, അതിനായിട്ട് പുള്ളിക്കാരൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ഓൾറെഡി എന്താ പറയുക, അവരുടെ നേരത്തെ കോൺവെർസേഷനിൽ ഓൾറെഡി ആ ലോർഡ് മൂട്ടൻ്റെ ആർമിയിലെ ഒരാൾ ഇത് കേട്ടായിരുന്നു ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരെല്ലാം ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ അല്ല, അവർക്ക് മനസ്സിലായെന്ന് ചെയ്യും പറഞ്ഞാൽ ടൈലൻ ലാനിസ്റ്ററിനാണ്, ഏഗോൺ ആർക്കും ഫേസ് അറിയില്ലല്ലോ. അങ്ങനെ അവരുടെ ആർമി വരും. അങ്ങനെ ടൈലൻ ലാനിസ്റ്റർ ഓൾറെഡി വാളൊക്കെ എടുത്ത് ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കണം. അപ്പോൾ ഏഗോൺ ഒന്ന് ഇങ്ങനെ പതിയെ സൈഡിലോട്ടൊന്ന് തിരിയും.
അപ്പോൾ ഇറ്റാലിയൻ ആൻസർ ചോദിക്കും, ആർ യു ഗോയിങ് ടു ഫ്ലീ അറ്റ് ദിസ് ലാസ്റ്റ് മൂമെന്റ്, അങ്ങനെ പറയും. പക്ഷേ അത് കാണുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാവും പുള്ളിക്കാരൻ എന്തോ വലിയൊരു സ്പീച്ചൊക്കെ പറയാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ലാസ്റ്റ് ഡെത്തിന് മുമ്പ് ഒരു ഓണറബിൾ ഡെത്തിന് വേണ്ടിയിട്ട് ഒരു നൈസ് ഒരു സ്പീച്ചിന് റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഞാൻ പറയുന്നത്, ഈ സീൻ ഈ എപ്പിസോഡിനകത്ത് ഏറ്റവും ഒരു എപ്പിക് ആയിട്ടുള്ള, അതായത് എയ്ഗോണെ ആർക്കും ഇഷ്ടമല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഗ്രീൻ സപ്പോർട്ടേഴ്സ് ഉണ്ടാവും, പക്ഷേ എയ്ഗോൺ എനിക്ക് തുടക്കം തൊട്ട് പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ ഇഷ്ടമല്ല. പക്ഷേ ഈ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ എന്തോ ഒരു ബാഹുബലി ലെവലൊരു എലിവേഷൻ സംഭവം, എന്തൊരു എപ്പിക് മൂവ്മെന്റ് ആയിരുന്നു. അപ്പോൾ ഈ ലോർഡ് ന്യൂട്ടന്റെ ആർമി വന്നിട്ട് സറണ്ടർ ചെയ്യാൻ പറയും, സറണ്ടർ ടു ദ ട്രൂ ക്യൂൻ റെനേറിയ എന്ന് പറയും. അപ്പോൾ എയ്ഗോൺ വളരെ ധൈര്യത്തോട് പറയും, വി ഡി നോട്ട് സറണ്ടർ ടു ദ ഫാൾസ് ക്യൂൻ അങ്ങനെ പറയും. അപ്പോൾ അവരെല്ലാം ചിരിക്കും. അപ്പോൾ ടൈലൻ ലാനിസ്റ്ററിനെ കണ്ടുകഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും, പുള്ളിക്കാരൻ്റെ ഫേസ് കണ്ടേ മനസ്സിലാവും. അപ്പോൾ വേർ ഈസ് ദ ഗോൾഡ് ക്യൂൻ റെനേറിയ ലുക്കിംഗ് ഫോർ യു, ഇപ്പം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ചെവിയൊക്കെ അവിടെ വെച്ചിട്ട് തന്നെ നിനക്ക് മരിക്കാം അങ്ങനെ പറയും. അപ്പോൾ ഒരു കിടിലം ഒരു ഡയലോഗാണ്, ഓൾ മീ നൗ ഐ ആം എയ്ഗോൺ ടാർഗേറിയൻ വിസേരിയസ് ട്രൂ ഹെയർ കിങ് ഓഫ് ദി ആൻഡൽസ് എന്ന് പറഞ്ഞിട്ട് കിടിലം എലിവേഷൻ സീനാണ്. ഇത് ബാഹുബലിയിൽ കട്ടപ്പയാണ് എലിവേറ്റ് ചെയ്യുന്നത്, ഇതിനകത്ത് പുള്ളിക്കാരൻ സ്വയമാണ് എലിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കേട്ടുമ്പോൾ തന്നെ അവിടുത്തെ ലോർഡ് മ്യൂട്ടൻ്റെ ആർമീനെ ബാക്ക് ഓഫ് ചെയ്യും. അപ്പോൾ കുറച്ച് പേരും വിചാരിച്ചിട്ടുണ്ടോ ഓക്കെ കിങ് ആണെന്ന് മനസ്സിലാക്കി അതുകൊണ്ടായിരിക്കും ബാക്ക് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ ഇറ്റ് വാസ് അലൈവ്, ഓക്കെ അത് കണ്ടുകഴിയുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ടൈലൻ ലാനിസ്റ്റർ തിരിഞ്ഞ് നോക്കുമ്പോൾ എന്തൊരു സാധനം ബാക്കിൽ നടന്നു ഇങ്ങനെ വരുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ സൺഫയർ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എയ്ഗോണും തിരിഞ്ഞു നോക്കി, ഈ സർപ്രൈസ് സൺഫയർ ഈസ് അലൈവ്, സൺഫയർ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ട്രക്കാരസ് എന്ന് പറയും എല്ലാത്തിനെയും ആ മൊമെന്റിൽ തന്നെ കത്തിച്ച് കളഞ്ഞു. അതായത് എയ്ഗോൺ ആർക്കും എനിക്ക് തോന്നുന്നു വിക്ടോർക്കും ഇഷ്ടമല്ല, അത്രയും എന്താ പറയുക ഒരു വിറപ്പിക്കപ്പെട്ടൊരു ക്യാരക്ടറാണത്. പക്ഷേ ഈ ഒരു മൂമെന്റിനകത്ത് എല്ലാവർക്കും അത് ദ മൂമെന്റ് ഹി ചോസ് ടു ഫൈറ്റ്, അപ്പം തന്നെയാണ് അതുവരെ ഡെഡായിട്ട് മരണത്തിൽ നിന്ന് തിരിച്ചു വന്ന സൺഫയർ നമ്മൾ കാണുന്നത്. സോ ദാറ്റ് വാസ് റിയലി ഗുഡ്. പിന്നെ ഉൽഫ് പുള്ളിയുടെ സ്ഥിരം പരിപാടി വെച്ചാൽ പുള്ളിക്കാരനെ ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ളത് വെച്ചാൽ വൈൻ കുടിച്ച് മത്താവുക, എൻജോയ്മെന്റ്, ഇതാണ് പുള്ളിക്കാരൻ്റെ പരിപാടി. പുള്ളിയും ഓർമ്മണ്ടായിട്ടിരുന്ന് സംസാരിക്കണം, പുറത്താണ് അവരും സംസാരിക്കുന്നത്. അപ്പോൾ അത് മാത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഉൽഫ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ശരിക്കും അറിയാവുന്നവർക്ക് എന്തായാലും അറിയാം. അതായത് ഇത്രയും കണ്ടുമ്പോൾ തന്നെ പുള്ളിക്കാരൻ മറികണ്ടം ചാടും എന്ന് എനിക്ക് കാണുന്നവർക്ക് അറിയാം. അപ്പോൾ പുള്ളിക്കാരൻ ചോദിക്കും, ഓർമ്മയുടെ അടുത്ത് ചോദിക്കും, ഇതിനു മുമ്പ് നീ എന്നെ ലോഡാക്കാന്ന് പറഞ്ഞാൽ എനിക്കൊരു ക്യാസിൽ ഓഫർ ചെയ്തിട്ടുണ്ടായെന്ന് പറയും. അപ്പോൾ ഓക്കെ ഓർമ്മ സമ്മതിക്കും, അതായത് വെച്ചാൽ നിനക്ക് ഡ്രിഫ്റ്റ് മാർക്ക് തന്നെ തന്നേക്കാന്ന് പറയും. അതായത് ഓൾറെഡി കോളിസ് വലേരിയനെ കൊല്ലാനുള്ള പ്ലാൻ ഉണ്ടാവും. അപ്പോൾ പുള്ളിക്കാരനെ കൊന്നു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക ഡ്രിഫ്റ്റ് മാർക്ക് തന്നെ കൊടുത്തേക്കാന്ന് പറയും. അപ്പോൾ ഉൽഫ് ഓക്കെ ഐ വിൽ ബേൺ ദം അങ്ങനെ പറഞ്ഞിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇനി ആകെ ഒരു എപ്പിസോഡുള്ളൂ, അത് ബാറ്റിൽ ഓഫ് ടംബിൾട്ടൺ ആയിരിക്കും. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ബൈ.